ഹായ്, രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ശ്വാസം മുട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു നിന്ന് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ രാവിലെ എണീച്ച് ടി വി വെച്ചപ്പോൾ അമ്മ നല്ല സൂപ്പർ ഇഡ്ഡലി കൊണ്ടുവച്ച് അതെല്ലാം കഴിച്ച് ടി വിയിലപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് നേരെ ഡ്രസ്സും മാറി ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ വണ്ടിയാട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ജാക്കിക്കോടെ കുറച്ച് നേരം കളിച്ചിട്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അവൻ്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ. നേരെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ആവി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ ആവിയൊക്കെ പിടിച്ചിരുന്നു. ഇത് ചെയ്യുന്ന വളരെ ഒരു നല്ല കാര്യമാണ് കേട്ടോ, ബോഡിക്ക് നല്ല റിലാക്സേഷൻ കിട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു മണം. വീട്ടിനകത്ത് ചെന്ന് നോക്കിയപ്പം നല്ല സൂപ്പർ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു മമ്മി. പിന്നെ അതെല്ലാം കൂട്ടി ഒരു ചോറും കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി ഞാൻ പിന്നെ വൈകുന്നേരം പുറത്തോട്ടിറങ്ങി. പോയിട്ടൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല അമ്പലത്തിൽ പോയത്, എൻ്റെ ഇവിടെ ആമിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി കറങ്ങി വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ നമുക്ക് കപ്പലണ്ടി ഒതുങ്ങി. പിന്നെ അവൾക്ക് കപ്പലണ്ടിയൊക്കെ മേടിച്ചു കൊടുത്ത് അതൊക്കെ തിന്നിട്ട് അവളെയും കൊണ്ട് വീട്ടിലാക്കി എൻ്റെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ്